ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുഞ്ഞിക്കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ജൂൺ 24 മുതൽ ഒരു 2-3 ദിവസത്തെ വീഡിയോ ആണ്. അതായത് ഇവരുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നേരെ ചിറ്റാറിലോട്ട് പോയി വിത്ത് അവരുടെ ബലൂൺസും. അങ്ങനെ വണ്ടിയിൽ കയറിയ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കഴുത്ത് തൂങ്ങിപ്പോകാതെ രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്താ സൂപ്പർ നാരങ്ങ ജ്യൂച്ചോ? ആരാ നാരങ്ങ ജ്യൂച്ച് ഉണ്ടാക്കിയേ? പായപ്പൂപ്പനോ? അല്ല, ഗോപിയപ്പൂപ്പ അല്ല, ഇത് പായപ്പൂപ്പ. ആരാ ഇത്? ആരാന്ന് പറ. തലയില് പിറ്റിക്കുട്ടിന്റെ പോലത്തെ മുടി അല്ലേ പൊന്നെ? എന്തായാലും വീട്ടിലെത്തുന്നതിന് മുന്നേ രണ്ടുപേരും എണ്ണിയിട്ടിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെന്നപ്പോഴത്തേക്ക് അപ്പൂപ്പ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ചിറ്റാറിൽ പണിയൊക്കെ തുടങ്ങാനെ കൊണ്ട് വഴിയൊക്കെ മണ്ണെടുത്ത് കല്ലൊക്കെ പൊട്ടിച്ച് ഒക്കെ ഇട്ടേക്കുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ ഇവർ അതുവഴിയൊക്കെ ഓടുമ്പോൾ നല്ല പേടിയാണ്. എന്ന് വെച്ചാൽ കാണുമെന്ന് കാലിൽ നിന്നാണ് തെറ്റി കല്ലിൽ വെല്ലം വീണാലോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഓക്കെ, മേളിലോട്ട് നിൽക്കുന്നുണ്ടോ? അതാണ് റംബൂട്ടാൻ. അതെ അതെ, ഇതില് കുരുണ്ട്. അമ്മ പിടിച്ചു തരാം. കുരുണ്ട്, അമ്മ പിടിച്ചു തരാം. വായില്ല, അല്ല, അമ്മ പിടിച്ചു തരാം. മാറ്റിയത് അത് ഒരെണ്ണേ തിന്നാൻ പാടുള്ളൂ. ഒത്തിരി തിന്നാലേ ചുമ വരും. അതെന്താ? മതി 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 മതി, ചുമ വരും. മതി മതി. കുരു കുരു കുരു. ആ മതി മതി മതി. നല്ല മതമാണോ? പിറ്റിക്കുട്ടൻ പുറത്തുനിന്നൊരു റംബൂട്ടാനൊക്കെ കഴിക്കുന്ന സമയത്ത് ഭൂമിക്കുട്ടൻ അപ്പൂപ്പൻ്റെ കൂടെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുക്കാണ് ആശാനെന്ന് നോക്കാൻ വന്നപ്പോഴത്തേന് അവിടെ ആർട്ടിസ്റ്റ് ഭൂമി ആർട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാമച്ചിയുടെ റൂം കാണിച്ചു കൊടുക്ക്. ഇത് അമ്മച്ചിയുടെ കെട്ടില്, അത് ചുമ്മാ കെട്ടില്. ഈ ബാറ്റ എവിടുന്ന് കിട്ടി? നമുക്ക് കളിക്കാനാന്നോ അത്? ഇത് എവിടുന്ന എടുത്തേ? പിറ്റി ഹൽക്ക് പോലെ വലുതാണോ? അപ്പൊ ഇത് വെച്ച് കളിക്കാൻ പറ്റുമെന്നോ? പിറ്റി ബോൾ എറിഞ്ഞു കൊടുക്കുവോ? കള്ളം പറയല്, പിറ്റിയുടെ അത്രയുള്ളൂ. ഇറ്റേ വിറ്റക്കുട്ട, ഒന്നിട്ട് ഒറ്റേ വിറ്റക്കുട്ട. വീട്ടിൽ വന്നാലുടനെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവർ തന്നെ കണ്ടുപിടിച്ചോളും. അങ്ങനെ മാമച്ചിയുടെ പണ്ടത്തെ പാറ്റുമൊക്കെ തപ്പിപ്പറക്കി മാമച്ചിയുടെ കൂടെ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. മാമച്ചിക്കും ക്രിക്കറ്റ് കളിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്താ മോനെ? അതെന്തോ ഇത്? ഹൽക്കിന്റെ എന്തേ? കാണിച്ചേ, അമ്മയെ കാണിച്ചേ. ഇത് ആരുടെ? ഇത്
അത് മാമച്ചിക്ക് കൊടുക്കണം കേട്ടോ. മക്കൾ ഇപ്പൊ വെച്ചോ, മാമച്ചിക്ക് കൊടുക്കണം കേട്ടോ. അല്ല, അത് മാമച്ചി സൂക്ഷിച്ചു വെച്ചേക്കുന്ന. മക്കൾക്ക് മാമച്ചി കളിപ്പാട്ടം മേടിച്ചോണ്ട് തന്നല്ലോ. ആരെയും കാണുന്നില്ലയോ? അപ്പൂപ്പ അമ്മച്ചിയെ വിളിക്കാൻ പോയാ മരീനെ വിളിച്ചോണ്ട് വരണ്ടേ? ഇതാ പേരക്കുന്ന എനിക്ക് പിറ്റി കഴിച്ചണ്ട. ഇവിടെ ഇരുന്നോട്ടെ. തീർന്നു മോനെ. അതെ കഴിച്ച ഇത് നമ്മൾ ചിറ്റാറിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. രാവിലെ എണീറ്റ് ഇവരെയും കൊണ്ടൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഇടാ നമ്മുടെ പേരയിലും ഒക്കെ നിറച്ച് തത്തയിരിക്കുന്നു. പേര് നടാനേ വളം എടുത്തു കൊടുക്കുക അപ്പൂപ്പ. അപ്പൂപ്പി അപ്പൂപ്പി എങ്കി അപ്പൂപ്പി അപ്പൂപ്പി. പേരമരത്തിൽ പേരയ്ക്ക ബാക്കി പാടേ. സ്നേഹിക്കുന്നു. ആര് നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. കണ്ടോ? അതാണ് വളം. വളമല്ല മക്കളെ, വളം. അതാണ് വളം. ഇവനെയും കൊണ്ട് എനിക്ക് കേറാൻ പറ്റൂല. മഞ്ഞ് പിറ്റിയെ കൊണ്ടുപോകാൻ പറ. പേരെന്നിടാൻ വരുന്നീ. ഭൂമിക്കുറ്റം വേയുന്നില്ലെന്ന്. പിറ്റിക്കുറ്റം വിളിച്ചായിരുന്നോ ഭൂമിയെ? വിളിച്ചില്ലയോ? അപ്പൊ അമ്മച്ചിയാന്നോ വിളിച്ചേ? അമ്മച്ചി വെച്ചപ്പോ വന്നില്ലയോ? ഭൂമി വരുന്നില്ലെന്ന് പറഞ്ഞോ? പാട്ട് അമ്പടാ ഭൂമിക്കുറ്റ. ശരി. അങ്ങനെ പിറ്റിക്കുട്ടൻ 4 പേര നട്ട്. പൃഥ്വിക്ക് ടി വി കാണണോ പുറത്ത് ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ പൃഥ്വിക്കുട്ടന് ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഭൂമിക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ടി വി പാട്ടാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ടി വി പാട്ടിനാണ് പ്രയോറിറ്റി. ഇതിപ്പോൾ ടി വി പാട്ട് വെച്ച് കഴിഞ്ഞിട്ട് മാമച്ചി പേര നടാൻ പോയോണ്ട് ഭൂമിക്കുട്ടൻ ഇതിനൊന്നും വന്നില്ല. എന്ത് നട്ടു? പേരയ്ക്കല്ല, പേര് നട്ടു. സന്തോഷമായോ? നോക്കട്ടെ. തത്തയുണ്ടോ അവിടെ എവിടെയും? ഇല്ലല്ലയോ? രാവിലെയാ തത്ത വന്നേ. അതെ ഇല്ല. അങ്ങനെ പേരയൊക്കെ നട്ടിട്ട് വന്നപ്പോഴാണ് അപ്പൂപ്പൻ സാധനമൊക്കെ വാങ്ങാൻ രാവിലെ പോയിട്ട് വന്നപ്പോഴത്തേന് സ്ട്രോബെറി കിട്ടിയത്. ഇതിപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വട്ടം എന്തോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. കുറേ നാൾ കൂടി കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിത്തിക്കുട്ടന്. ഭൂമിക്കുട്ടൻ ഇപ്പോഴും അവിടെ ടി വി പാട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. എങ്കിലും ഭൂമിക്കുട്ടനും കൂടി ഉള്ളത് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വീതം മേടിച്ച് ഭൂമിക്കും കൂടി കൊണ്ട് ഓടുക. സാധാരണ ടി വി പാട്ട് കാണുമ്പോൾ കഴിക്കാനൊന്നും ഞങ്ങൾക്ക് കിട്ടാത്തതാണ്. ഇതിപ്പോൾ
അപ്പൂപ്പൻ കൊണ്ടുവരുന്നത് കാണുകയും ചെയ്തു. ഒത്തിരി നാളുകൊണ്ട് കിട്ടാത്ത സാധനമായതുകൊണ്ട് ആ ഒരു കൊതി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഓർത്താ പോട്ടെ കഴിച്ചോട്ടെ എന്നോർത്ത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിക്കുട്ടൻ പയ്യെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് ബാക്കിയും കൂടി മേടിക്കാനൊക്കെ ഇട്ടിട്ട് വന്നതാണ്. എന്താ പിച്ചുകുട്ടാ പിറ്റി ഗുബോയാ മാമച്ചി അയ്യോ ഊരാൻ പറ്റുന്നില്ലേടി. നമുക്ക് ഊരാ. പകൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. രാത്രി ആയപ്പോഴത്തേന് സമയം പോകാനെ കൊണ്ട് അടുത്ത സ്റ്റെപ്പ് കളിക്ക് ഞാനും അവരും കൂടി കാക്കു വെച്ച് കളിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കാക്കു വെച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് ഓടുന്നത്. അമ്മയ്ക്ക് തൊട്ടല്ലോ. ആ പിന്നെ ഇനി ആരാ ഉള്ളേ? അമ്മച്ചിക്കില്ല, അപ്പൂപ്പയ്ക്കില്ല, മാമച്ചിക്കില്ല. ഭൂമിക്ക് തൊട്ടോ നോക്കട്ടെ. എന്തുവാ അപ്പൂപ്പയ്ക്ക് തൊട്ടോ? ഇനി തുറക്കല്ലേ, ഇനി തുറക്കല്ലേ. മാമച്ചി ശുണ്ടരനായി. വെള്ളം കളഞ്ഞേരെ കളഞ്ഞേരെ. ആ താഴെ കൊണ്ടുപോയി കളഞ്ഞേരെ. ആ ആ ആ പാത്രം പോകരുത് അപ്പുറത്ത്. ആ നല്ല മോൻ. അയ്യോ എന്തൊരു സന്തോഷം. പിറ്റി അടച്ചേരേ. ഇനി തുറക്കല്ലേ. എന്റെ പിറ്റിക്കുട്ടനെ നോക്കട്ടെ, ഇങ്ങോട്ട് നിന്നെ നോക്കട്ടെ. സുന്ദരനായത് എന്റെ അമ്മ നോക്കി. ആ സുന്ദരനായല്ലോ. ഇനി വേണ്ട കേട്ടോ പിറ്റിക്കുട്ടാ. ഇതാരാ മക്കളെ? അച്ചാമ്മ അപ്പൂപ്പനുമാണോ അത്? അമ്മൂമ്മയല്ല അച്ചാമ്മ അല്ലയോ? ആ അതാ അപ്പൂപ്പനോ? ഇതാ അച്ചാമ്മ അപ്പൂപ്പനെ ഒന്ന് കാണട്ടെ. ഇതാര് വരച്ചതാ? ആ പിറ്റി ഒന്ന് വരച്ചേ നോക്കട്ടെ വരയ്ക്കാൻ അറിയാവുന്ന. ഇതെന്തോ ചെടിയോ? ഇത് ഇത് മട്ടം മട്ടം. ഏതാ വട്ടം വട്ടം? ഒന്ന് ഒരു വട്ടം വരച്ചേ. അതെങ്ങനെയല്ലോ വട്ടം വട്ടം. അതെന്താ സാധനം? ഓ വലിയ വട്ടമാണല്ലോ. നല്ല വട്ടം, വലിയ വട്ടം. നല്ല അമ്പട. കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഭൂമിക്കുട്ട എന്തോ മക്കളെ കയ്യിലിരിക്കുന്നേ? അതാ മാമച്ചിയുടെ സാധനം അവിടെ വെച്ചേര്. അവ വെച്ചേരെ, മാമച്ചിക്ക് കൊടുത്തേരെ. അത് മാമച്ചിയുടെ. ഓ അത് തുറന്നു കിട്ടിയ വേണമെങ്കിൽ അവനെടുത്ത് തിന്ന. ഇത് അടുത്ത ദിവസമാണെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോസ് കുറേ ഫോണിലും അല്ലാതെയൊക്കെ ആയിട്ട് കിടന്നപ്പോഴത്തേന് ഇതേതൊക്കെയാണ് ആദ്യത്തേത് അവസാനത്തേതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഞാനെല്ലാം കൂടി പറക്കിയിട്ടൊരു വീഡിയോ അങ്ങ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ട് ഒറ്റ ഓട്ടം ഓടണമെങ്കിൽ താഴെ ഇറങ്ങി നടക്കണം. എവിടെ? പിച്ചോ ഭൂമിയെ പിച്ചോ. പോയി പിറ്റിക്കുട്ടിന് ചെല്ലേ കളിക്കാൻ. ഓട്ട പോയടി, അങ്ങ് പോയി. ഇനി താഴെ ഇറങ്ങിക്കോ. ആ ചെല്ലേ, മാമച്ചിയുടെ കൂടെ ചെല്ലേ. ഓ ചെല്ലേ.
ഏ ഏ അങ്ങനെ രാവിലെയും വൈകിട്ടും ഒന്നെങ്കിൽ മാമച്ചിയുടെ കൂടെ ഇല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഇങ്ങനെ റോഡിലൊരു കളിക്കാൻ ഇറങ്ങലുണ്ട്. കളിക്കാൻ ഇറങ്ങുമ്പോഴത്തെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഈ കുത്തനെ ഇറക്കമായി കിടക്കുന്നതുകൊണ്ട് ഇവരോടുമ്പോഴത്തേന് തെറിച്ചൊരു പോക്ക് പോയാലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ. എനിക്കിവർ ഓടാതിരിക്കുമോ അതും ഇല്ല. വീട്ടിൽ തന്നെ നമുക്ക് ഫുള്ള് ഇട്ടേക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ കൂടെ നിന്ന് ഓടല്ലേ 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 പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കണം. ഫോട്ടോ ഇനി അമ്മയുടെയും പിറ്റിക്കുട്ടിന്റെയും ഭൂമിയുടെയും മാമച്ചിയുടെയും ഫോട്ടോ. മഴയുണ്ടോ? അമ്മ വെച്ചിട്ട് ശരിയാത്ത പോണ ചെളിക്കകത്തോ? താഴെ ഇറങ്ങി നടക്ക്. അമ്മ അല്ല ചിരിയാത്ത ചിരി ചെടിയാത്തോ? അവിടെ പോച്ചേ പൊന്നെ, അതിനകത്ത് പുഴുവൊക്കെ കാണും. പോയി വന്നല്ല പതുക്കെ പതുക്കെ. അങ്ങനെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാമച്ചി കളിക്കാനൊക്കെ കൂടുതലും ഒരു പരിധി കൂടുതൽ ഇവർ ഈ സ്പീഡിൽ ഓടുന്നതൊക്കെ കാണുമ്പോഴത്തേനെ മാമച്ചിക്ക് ഭയങ്കര പേടിയാണ്. അവസാനം മാമച്ചിയും മക്കളും തമ്മിൽ പിണങ്ങിയിട്ടൊക്കെയാണ് അകത്തോട്ട് കയറിയത്. പേടിച്ചു ഒരു മാമച്ചി. ഇത്ര സങ്കടം എവിടെ ഇരിക്കുന്നു പിറ്റിക്കുട്ട? മാമച്ചി വന്നേ. ഭൂമിക്കുട്ട ചെല്ലാതൊന്ന് കെട്ടിപ്പിടിച്ചൊരുമ കൊടുക്കുവോ? പിറ്റി ഉമ്മ തരട്ടെ നീക്ക്. ആ തന്നല്ലോ. ചക്കക്കുരു ചക്കക്കുരു എന്റെ പിന്നെ അമ്മയുടെ കൈ വേനിച്ചു. അമ്മയുടെ കൈ വേനിച്ചു. ആ കുഞ്ഞടി ആണേലും എനിക്ക് വേനിച്ചു. ചുമ്മാ കളിച്ചതാണോ? തൂത്തതാ തൂത്തതാ ആയിരുന്നോ? പക്ഷെ അമ്മക്ക് വേദനിച്ചു. കളിച്ചതാണോ? അമ്മ ഓർത്ത് പിറ്റി അമ്മ അടിച്ചതാ. നമുക്കങ്ങ് സങ്കടമായിപ്പോയി. ആ ബാ, ചെടി പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുവേ. ആ അങ്ങോട്ട്. ഇതാണ് അമ്മ പണ്ട് അത്തപ്പൂ ഇടുമ്പോൾ പൂക്കളെ വിടുന്ന പൂവ്. ഇവിടെ എല്ലാം ഉണ്ട് പിറ്റിക്കുട്ട. ഇതായിരുന്നു അമ്മ പണ്ട് അത്തപ്പൂ ഇടുന്ന പൂവ്. ഈ കാട്ടിനകത്തൊക്കെ കയറിയേ പണ്ട് ഇവിടെ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു. അപ്പം അമ്മ അവിടെയൊക്കെ പോയി പൂ പറിക്കുമായിരുന്നു. നല്ല പൂവല്ലേ? ചുന്തിരിപ്പൂവല്ലേ മക്കളെ? അവിടെ വരെ മതി, വണ്ടി വന്നാൽ കാണത്തില്ല. മേളിലോട്ടേ ആ എപ്പോ? താഴെ പോയി നോക്കിയപ്പോ അമ്മയെ കണ്ടില്ലയോ? ആ താഴോട്ട് പോ. പതുക്കെ നടക്കണേ മക്കളെ. ആ കുഴിയിൽ വെള്ളം. പതുക്കെ പതുക്കെ, സ്പീഡ് കുറച്ച് ഓടല്ലേ. പതുക്കെ പതുക്കെ പതുക്കെ. ഓ മൈ ഗോഡ്, പതുക്കെ ഓടല്ലേ.
അമ്മയ്ക്ക് ഇന്നത്തേക്കുള്ള എക്സസൈസ് ആയായിരുന്നു. ആ പോക്കോ, പതുക്കെ പതുക്കെ ഓടണ്ട, മഴ പെയ്തോണ്ട് തെന്നും. ഇത് ലാസ്റ്റാണ്, ഇനിയില്ലേ അമ്മ ക്ഷീണിച്ച്. മതി, അവിടെ വരെ മതി കുഞ്ഞാ. പതുക്കെ ഓടാതെ ഓടാതെ ഓടാതെ. അങ്ങനെ പുറത്തെ യുദ്ധവും ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും അകത്തെ അംഗത്തിന് കയറിയിട്ടുണ്ട്. ഒന്നെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ അകത്ത്. എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഗുസ്തിയായിട്ട് നടക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷനൊക്കെ നോക്ക്. എന്തോ ഭൂമി അവിടെ? എന്തോ അത്? എന്തോ അത്? ഹൽക്കായിക്കോ. ഇട്ടോ. ഉറങ്ങാൻ പാടി. ഇവരുടെ അകത്തെയും അകത്തെയും കളികളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും കുളിപ്പിച്ച് എന്നത്തെയും ഉറക്കം ആക്കിയിട്ട് വേണം എനിക്കൊന്ന് ചിറ്റാറ് വരെ പോകാൻ. ചിറ്റാറ് വരെ പോയി കുറച്ച് സാധനമൊക്കെ ഒന്ന് വാങ്ങി പെട്ടെന്ന് ഇവർ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ തിരിച്ചു വരണം. അതുവരെ ഡ്യൂട്ടി അമ്മച്ചിക്കാണ്. ഒത്തിരി നാളുകൊണ്ട് നമ്മളിതുവഴിയൊന്നും നടക്കാത്തത് കൊണ്ട് അച്ഛ അണ്ണാനിയെ കൊണ്ടൊന്ന് ചിറ്റാറ് വരെ പോയി തിരിച്ചു വരുന്നിടം വരെ ഞാൻ നടക്കാമെന്ന് ഓർത്തു. പഴയ വഴി കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകളെയൊക്കെ കണ്ടുപോകാൻ ഒരു ഫീൽ. ചിറ്റാറിൽ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇതത് കഴിഞ്ഞിട്ടുള്ള രാത്രിയുള്ള വിഷ്വൽസാണ്. അടുത്ത് അടുത്ത് ബ്രദർ. ഇനി ആരാ? അല്ല, ബേബി ഫിംഗർ. അത് സിസ്റ്റർ ഫിംഗർ ഇപ്പൊ പാടിയല്ലോ. എല്ലാരും ആയോ? Good boy. High five. Thumbs up. Punch. പാട്ട് പാടാത്തെ ഒരു പാട്ട് പാടിത്തരുമോ? അതിന്റെ പാട്ട് പാടിത്തരാത്തെ? ഒരു പാട്ട് പാടിത്തരുമോ? ഒരു പാട്ട് പാടിത്തരാ. ബേബി പിങ്ക് ഇതാ കണ്ടില്ലേ ബേബിയെ? ഇങ്ങനെ വെക്കണം. ബേബി പിങ്ക് ഇങ്ങനെ വെക്കണം. ബാക്കി എല്ലാം മടക്കി വെക്കണം. ഇത് മാത്രം നിവർത്തി. റെഡും ബ്ലാക്കും രണ്ട് അതെങ്ങനുണ്ട്? കണ്ട്. ഒമ്പോ കുട്ടിക്കുട്ട വെള്ളം പോകുന്നു എൻ്റെ അടി. ഇത് പിറ്റേ ദിവസം രാവിലെ മാമിച്ചി ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ ഒരു പന നിൽക്കുന്നു. അപ്പോൾ മാമിച്ചി ഞങ്ങളോട് പറഞ്ഞു പനയ്ക്കകത്തുനിന്ന് അതിൻ്റെ നാമ്പെടുത്ത് തരാം, കഴിക്കാൻ തരാം. വെട്ടാൻ പറ്റുന്നോന്ന്
എടുക്കണ്ട, അവിടെ നിന്നതോ ഇതോ വീണ്. നീന്നോ ആ അതിലെന്തോ ഉള്ളതെന്ന് ചോദിച്ചേ മാമിച്ചിയോട്. എന്നാ ഉള്ളേ അത് ഉണങ്ങിപ്പോയെന്ന് പിറ്റിക്കുട്ട. എന്താന്നത് അതിനകത്ത് ഒരു കൂമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നേ. പക്ഷെ അത് ദേ നോക്ക് ഉണങ്ങിപ്പോയി. നമുക്ക് പോയി സ്പൈഡർമാനെ കാണാം. അങ്ങനെ പിറ്റിക്കുട്ട വളരെ ആകാംക്ഷയോടെ എന്തോ വലിയ സൂത്രം കഴിക്കാൻ കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയെന്ന. പക്ഷേ വെട്ടി വന്നപ്പോഴാണ് അതിൻ്റെ മണ്ട ഉണങ്ങിപ്പോയത്. നാമ്പ് കിട്ടിയില്ല. പിന്നെ വല്ല പനയും അവിടെ നിപ്പുണ്ടോയെന്ന് തപ്പി തപ്പി അയ്യം വരെ പോയി. അവിടെ ഒരു പന നിപ്പുണ്ടെന്ന് അപ്പൂപ്പൻ പറഞ്ഞ്. പക്ഷേ ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ പിടിച്ചാലെത്താത്ത അത്രയും വലിപ്പമുള്ളൊരു പന. അങ്ങനെ ചമ്മി പിന്നെ നമ്മൾ തിരിച്ചു പോയി. വല്ല വിധേനെ പിറ്റിക്കുട്ടനെ എന്തൊക്കെയോ പറഞ്ഞ് തഞ്ചപ്പെടുത്തിയ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നേ. അപ്പോഴത്തേന് അപ്പൂപ്പൻ കടയിൽ പോയിട്ട് വരുന്നത് കണ്ടപ്പോഴത്തേനെ പിന്നെ അപ്പൂപ്പൻ്റെ പുറകെ ഇങ്ങ് പോന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുക്കള കൊണ്ടുവന്ന് അമ്മച്ചിടേക്ക് കൊടുക്ക്. ചെരുപ്പൂരട്ടെ പൂപ്പ. ഞങ്ങൾ ചെരുപ്പൂരിയാലേ ഞങ്ങളത് കയറും. ആ ഉരുടി. ആ പോക്കോ. ആരുടെ കയ്യിലാ കൊടുക്കണ്ടേ? കൊണ്ടുവന്നില്ലയോ? ഈ ലോഡിങ്ങുകാരൻ മോശം, വളരെ മോശം. എന്ത്? അപ്പോൾ ഇന്ന് അപ്പൂപ്പൻ പോയി വന്നപ്പോൾ അപ്പൂപ്പന് ചെറി കിട്ടി. ചെറി ഭൂമിക്ക് അത്ര വലിയ പിടുത്തമില്ല, പക്ഷെ പിറ്റിക്കുട്ടിന് ഭയങ്കര എന്ത് ഇരുന്നോണ്ട് ആണോ? ആര് ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നേ? അപ്പുറത്തിരുന്നല്ലയോ കഴിക്കുന്നേ? ഇവിടെ ഇരുന്നാണോ? കട്ടിലെ വീഴത്തില്ലയോ? ഉറുമ്പ് കയറത്തില്ലയോ? ഭൂമിക്കുട്ട കൊള്ളാമോ? ഭൂമി കൊള്ളാമോ? നല്ലാണോ? നല്ല ഉണ്ട്. ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരുമോ യുദ്ധം കഴിഞ്ഞിട്ട്? ഭൂമിക്കുറ്റ ഡെഡ് ജ്യൂറ്റ് വേണോ? കൊള്ളാമോ? ജ്യൂച്ച് കണ്ടോ? ജ്യൂച്ച് കണ്ടോന്ന്? അപ്പൂപ്പൻ ജ്യൂച്ചെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഭൂമിക്കുട്ടൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ നാരങ്ങ ജ്യൂച്ചാണെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. നമ്മള് പോകുന്ന വഴിക്ക് പോളിയോ കുടിച്ചിട്ട് നമ്മൾ എന്തോ കുടിക്കാനാ പോകുന്നത്? തേൻതുള്ളി. എത്ര തുള്ളി? 2 തുള്ളി. ഭൂമിക്കുട്ട തേൻതുള്ളി വേണോ മക്കൾക്ക്? 2 തുള്ളി വേണോ? അയ്യോ ഒത്തിരി തുള്ളി തേറ്റില്ല. 2 തുള്ളിയേ തെറ്റുള്ളൂ. മതിയോ? വേണമെങ്കിൽ 2 തുള്ളി തരും, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തരത്തില്ല. 2 തുള്ളി കുടിക്കാമെങ്കിൽ 2 തുള്ളി തരും. കുടിക്കുവോ? ആ കുടിക്കും. എങ്കിൽ നമുക്ക് കുടിക്കാം കേട്ടോ. 2 തുള്ളി തേൻതുള്ളി തരാം. വാ തുറന്നു കൊടുക്കണം കേട്ടോ. എങ്ങനെ? അങ്ങനെ തുറന്നു കൊടുക്കണം. ഭൂമിക്കുട്ട എങ്ങനെ വാ തുറക്കും? ആന്ന് തുറക്കും. ടാറ്റ കൊടുത്തോ? അമ്മച്ചി ഇനി വീട്ടിൽ പോവാ. ഒരു ടാറ്റ കൊടുത്തേരെ. ടാറ്റ. ഭൂമിക്കുട്ട ടാറ്റ കൊടുത്തോ?
ശരി മക്കളെ. ശരി ടാറ്റാ. കാറോ കാട് കാട് കാടോ? കാടിന് എന്താ പറ്റി? ഒന്നും പറ്റില്ല. കാട്ടില് കാട് പോട്ടുണ്ട്. അതെന്താണ്? അതെന്തിനാ അമ്മ മേടിച്ചു തന്നെ? ഗുഗോയായിരുന്നുണ്ടോ? എപ്പോഴും കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. എപ്പോഴും കഴിച്ചാ ചുമ വരും. എന്തോ ഭൂമി കിട്ടാതെ? അതാര് വരച്ചതാ? ഭൂമിയാണോ വരച്ചേ? സിസ്റ്റർ ആൻറ്റി അല്ലേ വരച്ചേ? ഒന്ന് കാണിച്ചേ അമ്മേ, കൈ കാണിച്ചേ. ആ, തുള്ളിമരുന്ന് പിടിച്ചതാണോ? നോക്കട്ടെ. ആ, തേൻതുള്ളി കുടിച്ചപ്പോ കിട്ടിയതാണോ? അങ്ങനെ 2-3 ദിവസത്തെ ചിറ്റാ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ശൂരനാട്ടുകൂട്ടി ഞങ്ങൾ തിരിച്ചു. വരുന്ന വഴിക്ക് തുള്ളിമരുന്ന് അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതും ചിറ്റാറിലിറങ്ങി കുടിച്ചിട്ട് അപ്പൂപ്പയോടും അമ്മച്ചിയോടും ഒക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോന്നു. പോകുന്ന ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ അന്നേരം ഉണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു മണിയാറൊക്കെ വരെ ഭൂമിക്കുട്ടൻ ഉറങ്ങാതിരുന്നു. ഇതാ ഇപ്പോഴേ തൂങ്ങി വീഴുന്നുണ്ട്. മണിയാറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഭൂമി ഇറങ്ങി. വരശ്ശേരിക്കര എത്തുന്നതിന് മുന്നേ പിറ്റിക്കുട്ടിനും ഇറങ്ങി. അപ്പോഴത്തേന് നല്ല മഴയും തുടങ്ങി. മഴയെന്നൊക്കെ പറഞ്ഞാൽ നല്ല മഴ, പിന്നെ ഫ്രണ്ടിലോട്ടുള്ള വണ്ടി പോലും കാണാൻ പറ്റാത്ത പോലെ മഴ. അപ്പോൾ പിന്നെ അത്രയും റിസ്ക് എടുത്ത് ഓടിക്കണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ സൈഡിൽ കുറേ നേരം ഒതുക്കിയിട്ട് മഴ അത്യാവശ്യം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇറങ്ങിയത്. എങ്കിലും വരുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായി നമ്മൾ ശൂരനാട് എത്തിയപ്പോൾ. ഇവരെയും കൊണ്ട് നാട്ടിൽ യാത്ര ചെയ്യുമ്പോഴത്തെ എൻ്റെ പോസ് ഇതാണ്. 2 പേരും ഉറങ്ങും, അപ്പോൾ അവരെ രണ്ടിനെയും തല സപ്പോർട്ട് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇതായിരുന്നു അന്നത്തെ മഴ. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കഴിഞ്ഞ് ശൂരനാട്ടോട്ട് പോയി. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വട്ടം ചിറ്റാറിൽ പോയപ്പോൾ ഉള്ള 1-2 കുഞ്ഞു വിഷ്വൽസും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്